ഹായ് ഓൾ, വെൽക്കം ടു സോഷ്യൽ വർക്ക് ഇൻസൈറ്റ്സ്. സോ ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് എങ്ങനെയാണ് സോഷ്യൽ വർക്കേഴ്സിൻ്റെ ലൈസൻസ് എക്സാം, എങ്ങനെയാണ് അതിൻ്റെ പ്രൊസീജിയേഴ്സ് എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. കാരണം എനിക്ക് ഒരുപാട് മെസ്സേജസ് വരാറുണ്ട്, പേഴ്സണൽ മെസ്സേജ്, ലിങ്ക്ഡിനിലായാലും മറ്റ് സോഷ്യൽ മീഡിയാസ് വഴി പേഴ്സണൽ മെസ്സേജസ് വരുന്നത് എങ്ങനെയാണ് ലൈസൻസ് കിട്ടിയത് എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഒരുപാട് പേരെ ഞാൻ മെസ്സേജസിലൂടെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇങ്ങനൊരു വീഡിയോ ചെയ്താൽ കുറേ പേർക്ക് അത് ഹെൽപ്ഫുൾ ആയിരിക്കുമെന്ന്. ഞാനിവിടെ UAE-യിൽ 2 വർഷത്തോളമായിട്ട് പ്രൊഫഷണൽ സോഷ്യൽ വർക്കറായിട്ട് വർക്ക് ചെയ്യുന്നു. സ്കൂളിലാണ് വർക്ക് ചെയ്യുന്നത്, സ്കൂൾ സോഷ്യൽ വർക്കറാണ്. അപ്പോൾ ഇവിടെ UAE-യിൽ വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? സോഷ്യൽ വർക്കർ ലൈസൻസ് വേണം. ലൈസൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇവിടെ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ പ്രൊസീജിയർ എന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇവിടെ മെയിനായിട്ട് SSST ലൈസൻസ് എന്ന് പറയും, അതായത് ഷാർജ സോഷ്യൽ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് ലൈസൻസ്. പിന്നീടുള്ളതാണ് CDA ലൈസൻസ്, കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് അതോറിറ്റി ലൈസൻസ്. അതായത് ഇവിടെ ഓരോ എമിറേറ്റ്സിലും ഓരോ ലൈസൻസാണ് എഴുതേണ്ടത്. ഇപ്പോൾ CDA എന്ന് പറയുന്നത് ദുബായ് എമിറേറ്റ്സിലെ ലൈസൻസ് ആണെങ്കിൽ SSST എന്ന് പറയുന്നത് ഷാർജ എമിറേറ്റ്സിൽ എഴുതുന്ന ലൈസൻസ് ആണ്. അപ്പോൾ ഷാർജ എമിറേറ്റ്സിലെ ലൈസൻസ് വെച്ചിട്ട് ദുബായിൽ വർക്ക് ചെയ്യാൻ പറ്റില്ല. CDA ലൈസൻസ് വെച്ചിട്ട് ഷാർജയിലും വർക്ക് ചെയ്യാൻ പറ്റില്ല. ഷാർജയിൽ വർക്ക് ചെയ്യണമെങ്കിൽ ഷാർജയുടെ ലൈസൻസ് വേണം, ദുബായിൽ വർക്ക് ചെയ്യണമെങ്കിൽ CDA ലൈസൻസ് വേണം. അപ്പോൾ എനിക്കിത് രണ്ടും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞുതരാം എന്തൊക്കെയാണ് അതിൻ്റെ പ്രൊസീജിയേഴ്സ് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ കാണുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്സ് എന്ന് പറയുന്നത്. ആദ്യത്തെയാണ് അറ്റസ്റ്റേഷൻ. നിങ്ങൾ ഏത് കൺട്രിയിലാണോ വർക്ക് ചെയ്യുന്നത് ആ കൺട്രിയിൽ വർക്ക് ചെയ്യാൻ പോയതിന് ശേഷം അറ്റസ്റ്റേഷൻ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം ഓരോ കമ്പനിയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും എത്ര സർട്ടിഫിക്കറ്റ്സ് അറ്റസ്റ്റ് ചെയ്യണം, ഏതൊക്കെ അറ്റസ്റ്റ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ആദ്യം തന്നെ ചെയ്യുന്നതിനേക്കാൾ ഏറ്റവും ബെറ്റർ ജോലി ജോയിൻ ചെയ്തതിന് ശേഷം ചെയ്യുന്നതാണ്. അത് എൻ്റെ എക്സ്പീരിയൻസ് എന്നാണ് ഞാൻ പറയുന്നത്. എല്ലാവർക്കും ചിലപ്പോൾ ഒരുപോലെ ആവണമെന്നില്ല. അപ്പോൾ അറ്റസ്റ്റേഷൻ +2 ഡിഗ്രി PG ആണ് ചെയ്തത്. അപ്പോൾ പ്രധാനമായിട്ടും +2 ഡിഗ്രി PG ആണ് അറ്റസ്റ്റ് ചെയ്യേണ്ടത് ലൈസൻസ് എക്സാമിൻ്റെ മുന്നേ. നിങ്ങൾ അറ്റസ്റ്റ് ചെയ്യുമ്പോൾ എപ്പോഴും ഒരുമിച്ച് ചെയ്യാൻ നോക്കുക. പിന്നീട് അതിന് വേണ്ടി ചെയ്യുമ്പോൾ എപ്പോഴും എല്ലാ സർട്ടിഫിക്കറ്റ്സും ഒരുമിച്ച് ചെയ്യുക. അതായിരിക്കും കുറച്ചുകൂടി ഈസി. പക്ഷേ അത് കുറച്ച് എക്സ്പെൻസീവ് ആണ്. 500 ദിർഹംസ് ആണ് ഒരു സർട്ടിഫിക്കറ്റിന് വേണ്ടിയുള്ള എക്സ്പെൻസ്. അപ്പോൾ 3 സർട്ടിഫിക്കറ്റ് ചെയ്യുമ്പോൾ 1500 ദിർഹംസ് വരും ഒരു 3 സർട്ടിഫിക്കറ്റ്സ് കൂടി ചെയ്യുമ്പോൾ. അപ്പോൾ ലൈസൻസ് എക്സാം വരെയുള്ള പ്രൊസീജിയറും ലൈസൻസ് എക്സാമും അത് കഴിഞ്ഞിട്ട് കാർഡ് കിട്ടുന്നതും വരെ കുറച്ച് എക്സ്പെൻസ് ആയ ഒരു പ്രൊസീജിയർ തന്നെയാണ് ലൈസൻസ് എക്സാം എന്നുള്ളത് UAE-യിൽ. അത് കഴിഞ്ഞിട്ടുള്ള അറ്റസ്റ്റ് ചെയ്ത് കഴിഞ്ഞുള്ള ഒരു പ്രൊസീജിയറാണ് ജെന്യൂനിറ്റി. ജെന്യൂനിറ്റി എന്ന് വെച്ചാൽ നമ്മൾ ചെയ്ത ഡിഗ്രി PG എല്ലാം ജെന്യൂൻ ആണോ എന്ന് ഇവർ ചെക്ക് ചെയ്യുന്നതാണ് ജെന്യൂനിറ്റി എന്ന് പറയുന്നത്. അതിവിടെ ഒരു ഓർഗനൈസേഷൻ ഉണ്ട്, അവർ വഴിയാണ് നമ്മൾ ജെന്യൂനിറ്റി ചെയ്യുക. ജെന്യൂനിറ്റി ചെയ്യുമ്പോൾ എപ്പോഴും ഡിഗ്രിയും PGയും ഒരുമിച്ച് ചെയ്യുക എക്സാം എഴുതാനാണെങ്കിൽ, അതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അപ്പോൾ ജെന്യൂനിറ്റി അപ്ലൈ ചെയ്യാൻ നിങ്ങൾ ആ ഓഫീസിൽ പോകുന്നതിൻ്റെ മുന്നേ ചെയ്യേണ്ട ഒരു പ്രോസസ്സ് എന്ന് വെച്ചാൽ നിങ്ങൾ നാട്ടിൽ നിങ്ങളുടെ ഏത് യൂണിവേഴ്സിറ്റിയിലാണോ ചെയ്തത് ആ യൂണിവേഴ്സിറ്റിയുടെ സൈറ്റിൽ പോയിട്ട് ജെന്യൂനിറ്റിക്ക് അപ്ലൈ ചെയ്യണം. ജെന്യൂനിറ്റിക്ക് അപ്ലൈ ചെയ്യാനുള്ള ഫീസ് അടയ്ക്കണം. അത് ചലാൻ അടയ്ക്കുക എന്ന് പറയും. ആ റെസിപ്റ്റുമായിട്ട് വേണം നിങ്ങൾ ജെന്യൂനിറ്റി അപ്ലൈ ചെയ്യാൻ UAE-യിൽ പോകേണ്ടത്, ആ ഓഫീസിൽ പോകേണ്ടത്. അപ്പോൾ നാട്ടിൽ ജെന്യൂനിറ്റി ഇപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആണെങ്കിൽ അവിടെ ചലാൻ അടയ്ക്കുക. PG ചെയ്ത് നിങ്ങൾ വേറെ യൂണിവേഴ്സിറ്റിയിലായിരിക്കാം, അവിടുത്തെ സൈറ്റിൽ പോയിട്ട് ചലാൻ അടയ്ക്കുക. നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ നാട്ടിൽ ആരോടെങ്കിലും പറഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് സൈറ്റിൽ കയറി ചലാൻ അടയ്ക്കാൻ പറ്റും. ആ റെസിപ്റ്റുമായിട്ട് വേണം നിങ്ങൾ ജെന്യൂനിറ്റിക്ക് അപ്ലൈ ചെയ്യാൻ. ജെന്യൂനിറ്റി ഏകദേശം 2 to 3 മന്ത്സ് എടുക്കും ആ ഒരു പ്രോസസ്സ് നമ്മുടെ കയ്യിൽ ആ ലെറ്റർ കിട്ടാൻ. നിങ്ങൾ ചെയ്ത ഡിഗ്രിയും PG ജെന്യൂൻ ആണെന്ന് തെളിയിക്കുന്ന ലെറ്റർ കിട്ടാൻ 2 to 3 മന്ത്സ് എടുക്കും. ആ ലെറ്റർ കിട്ടിയാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് അത് സ്കാൻ ചെയ്യുക. ആ സ്കാൻ ചെയ്ത കോപ്പി സേവ് ചെയ്ത് വയ്ക്കുക. അടുത്തത് ഇക്വലൻസിക്ക് അപ്ലൈ ചെയ്യാവുന്ന പ്രോസസ്സാണ്. ഇക്വലൻസിക്ക് അപ്ലൈ ചെയ്യാൻ നിങ്ങൾ എവിടെയും പോകേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ലാപ്ടോപ്പിൽ നിന്നോ ചെയ്യാവുന്ന കാര്യമുള്ളൂ. MOEയുടെ സൈറ്റിൽ പോയിട്ട് ഇക്വലൻസിക്ക് അപ്ലൈ ചെയ്യുക. ഇക്വലൻസി അപ്ലൈ ചെയ്യുമ്പോൾ ഏകദേശം 200 ദിർഹംസിൻ്റെ അടുത്ത് വരെ ഇക്വലൻസി അപ്ലൈ ചെയ്യാൻ ഫീസ് വരും. അതും ഡിഗ്രിയും PGയും ഒരുമിച്ച് ചെയ്യുക. അപ്പോൾ ഡിഗ്രി അപ്ലൈ ചെയ്യുമ്പോൾ തൊട്ട് മുന്നത്തെ സർട്ടിഫിക്കറ്റ്സ് കാണിക്കേണ്ടി വരും. അത് +2ൻ്റെ അറ്റസ്റ്റ് ചെയ്ത കോപ്പി കൊടുക്കേണ്ടി വരും. PG ഇക്വലൻസി കൊടുക്കുമ്പോൾ തൊട്ട് മുന്നത്തെ, അതായത് ഡിഗ്രിയുടെ
ജെന്യൂനിറ്റി സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റ് ചെയ്ത അല്ലെങ്കിൽ ജെന്യൂനിറ്റി സർട്ടിഫിക്കറ്റ്സ് കാണിക്കേണ്ടി വരും. അപ്പോൾ ഈ ജെന്യൂനിറ്റി ഇക്വലൻസി പ്രോസസ്സിന് എനിക്ക് വന്ന എന്താണെന്ന് വെച്ചാൽ എല്ലാ സെമസ്റ്റർ കാർഡും അവർ ചോദിച്ചിട്ടുണ്ട്. എല്ലാ സെമസ്റ്റർ കാർഡും ഞാൻ കോപ്പി ചെയ്ത് അവർക്ക് കാണിച്ചു കൊടുക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ട്. അടുത്താണ് ഡാറ്റ ഫ്ലോ. ഇക്വലൻസി ഏകദേശം 2 to 3 months എടുത്ത് കഴിഞ്ഞാലുള്ള പ്രോസസ്സാണ് ഡാറ്റ ഫ്ലോ. ഡാറ്റ ഫ്ലോ എന്ന് വെച്ചാൽ നമ്മൾ ചെയ്ത പ്രോസസ് അല്ല, നമ്മൾ അവരെ കാണിച്ച കാര്യങ്ങളെല്ലാം കറക്റ്റ് ആണോ എന്ന് കാണിക്കുന്ന പ്രോസസ്സാണ് ഡാറ്റ ഫ്ലോ. അപ്പോൾ ഇക്വലൻസി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഏത് ലൈസൻസ് എക്സാം ആണോ നിങ്ങൾ എഴുതാൻ പോകുന്നത്, അതായത് ഷാർജ സോഷ്യൽ സർവീസ് ഡിപ്പാർട്ട്മെന്റ് ലൈസൻസ് ആണെങ്കിൽ അവരെ സൈറ്റിൽ പോയിട്ട് SSSTയുടെ സൈറ്റ് ലൈസൻസിൻ്റെ സൈറ്റിൽ പോയിട്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യണം, നിങ്ങളുടെ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യണം. ആ സ്റ്റാർട്ട് സർവീസ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അതിൽ പോയിട്ട് നിങ്ങളുടെ എല്ലാ ഡീറ്റെയിൽസും കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കൊടുക്കാൻ ഇപ്പോൾ അറ്റസ്റ്റ് സർട്ടിഫിക്കറ്റ്സ് ഉണ്ട്, ജെന്യൂനിറ്റിയുടെ കോപ്പി ഉണ്ടാവും, ഇക്വലൻസിയുടെ കോപ്പി ഉണ്ടാവും. ലാസ്റ്റ് ആണ് ഡാറ്റ ഫ്ലോ. അപ്പോൾ ഡാറ്റ ഫ്ലോ അവർ നിങ്ങൾക്കൊരു ലിങ്ക് അയച്ചു തരും. ആ ലിങ്കിൽ കയറിയിട്ട് വേണം നിങ്ങൾ ഡാറ്റ ഫ്ലോ ചെയ്യാം. ഏകദേശം 600 to 700 dirhams ആണ് ഡാറ്റ ഫ്ലോയുടെ ചിലവ് വരുന്നത്. പക്ഷെ ഞാൻ ഈ പറയുന്നത് 2 വർഷം മുന്നേ ഞാൻ നേരിട്ട പ്രോസസ്സാണ്. ഇപ്പോൾ ഈ 2 വർഷത്തിന് ശേഷം ഡാറ്റ ഫ്ലോ ഇപ്പോഴും ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ ഞാൻ 50% ഞാൻ ഷുവർ ഉള്ളൂ. കാരണം എനിക്ക് ഇപ്പോൾ ഏകദേശം കാരണം ഇക്വലൻസി ആൻഡ് ജെന്യൂനിറ്റി എന്ന് പറഞ്ഞാൽ തന്നെ ഏകദേശം എല്ലാം ജെന്യൂൻ ആണെന്ന് തെളിയിക്കുന്ന പ്രോസസ്സാണ്. ഇനി അതിൻ്റെ കൂടെ ഡാറ്റ ഫ്ലോ ഇപ്പോഴും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ അത്ര ഷുവർ അല്ല. പക്ഷേ 2 വർഷം മുന്നേ ഞാൻ ഡാറ്റ ഫ്ലോ ചെയ്തിട്ടുണ്ട്. 650 ആണ് എനിക്ക് വന്ന എക്സ്പെൻസ് എന്ന് പറയുന്നത്. ഡാറ്റ ഫ്ലോ ചെയ്ത് കഴിഞ്ഞാൽ അത് സക്സസ് ആയി കഴിഞ്ഞാൽ നമുക്ക് മെയിൽ വരും, നിങ്ങൾ ഡാറ്റ ഫ്ലോ റിസൾട്ട് കിട്ടി പറഞ്ഞിട്ട് ഡാറ്റ ഫ്ലോയുടെ ഒരു കോപ്പി വരും. ഡാറ്റ ഫ്ലോയുടെ ആ ഒരു കോപ്പിക്ക് ഏകദേശം 1 year വാലിഡിറ്റി ഉണ്ട്. ആ 1 year വാലിഡിറ്റി വെച്ചിട്ട് നിങ്ങൾക്ക്, ഞാനിപ്പോൾ പറയുന്നത് ഷാർജ സോഷ്യൽ സർവീസ് ഡിപ്പാർട്ട്മെന്റ് ലൈസൻസിന്റെ പ്രോസസ്സാണ്. അപ്പോൾ ആ ഒരു 1 year വാലിഡിറ്റി ആ ഡാറ്റ ഫ്ലോട്ട് വെച്ച് നിങ്ങൾക്ക് CDA എക്സാം എഴുതാം. ഓക്കെ, അപ്പോൾ ഡാറ്റ ഫ്ലോ മെയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവർ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് അവർ മെയിൽ അയക്കും എക്സാമിൻ്റെ സിലബസ്. ഷാർജ സോഷ്യൽ സർവീസ് എക്സാം എന്ന് വെച്ചാൽ ഓൺലൈൻ എക്സാം ആയിരിക്കും. കൂടുതലും കേസ് സ്റ്റഡീസ് ആണ് എക്സാമിൻ്റെ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ കേസ് സ്റ്റഡീസ് ആയിരിക്കും. ഞാൻ എക്സാമിനെ പറ്റി പിന്നീട് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഇടാം. അപ്പോൾ 120 ക്വസ്റ്റ്യൻസ് ആണ് എക്സാമിന് വരിക. അത് കേസ് സ്റ്റഡി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഷാർജ സോഷ്യൽ സർവീസ് ഡിപ്പാർട്ട്മെന്റിന്റെ എക്സാം എന്ന് പറയുന്നത്. പക്ഷെ അവരുടെ സിലബസ് എന്ന് പറയുന്നത് വളരെ ചെറിയൊരു സിലബസ് ആണ്. കാരണം അവർ ഡീറ്റെയിൽ ആയിട്ട് ഒന്നും തരില്ല. അവർ ആകെ 4 പോയിന്റ്സ് മാത്രമേ തരുള്ളൂ. സോഷ്യൽ വർക്ക്, സോഷ്യൽ സർവീസ്, തിയറീസ്, അങ്ങനെ ഒരു വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള വളരെ ചെറിയ ടോപ്പിക്സ് മാത്രമേ തരുള്ളൂ. നമ്മൾ ആ ടോപ്പിക്സ് ഓരോന്നും പോയി സെർച്ച് ചെയ്ത് പഠിച്ചിട്ട് വേണം എക്സാമിന് പോകാൻ. അടുത്ത എക്സാം കഴിഞ്ഞ ഏകദേശം 1 monthന്റെ ഉള്ളിൽ നമുക്ക് പാസ്സായി കഴിഞ്ഞാൽ, അതായത് എക്സാം പാസ്സായാൽ അന്നോ അല്ലെങ്കിൽ പിറ്റേ ദിവസം നമുക്ക് റിസൾട്ട് വരും. റിസൾട്ട് വന്ന് കഴിഞ്ഞാൽ ഏകദേശം 60 to 70 മാർക്ക് വേണം. 120ൽ 60 to 70 മാർക്കാണ് നമുക്ക് വേണ്ടത് പാസ്സാവാൻ വേണ്ടി. പാസ് മാർക്ക് എന്ന് പറയുന്നത് അത്രയാണ്. ആ പാസ്സായി കഴിഞ്ഞാൽ 1 monthന്റെ ഉള്ളിൽ നമുക്ക് ലൈസൻസ് കാർഡ് കിട്ടും. ലൈസൻസ് കാർഡിന് ഇവിടെ നല്ല വാല്യൂ ഉണ്ട്. നമുക്ക് ജോലി മാറുമ്പോഴും ജോലി കണ്ടിന്യൂ ചെയ്യുമ്പോഴും എല്ലാം ഇവിടെ ലൈസൻസ് കാർഡിന് നല്ല വാല്യൂ ആണ്. കാരണം ഇവിടെ ഇവിടെ സോഷ്യൽ വർക്കറായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഇൻസ്പെക്ഷൻസ് വരും. നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ ഇൻസ്പെക്ഷൻ വരുമ്പോൾ ലൈസൻസ് ഇല്ലാതെ നമുക്കിവിടെ വർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ലൈസൻസ് കാർഡ് കിട്ടി ഏകദേശം 1 year ആകുമ്പോൾ നമുക്ക് എന്നാണോ ലൈസൻസ് കാർഡ് കിട്ടുന്നത് ആ സെയിം ഡേറ്റിന്റെ ഉള്ളിൽ നമ്മൾ ആ ലൈസൻസ് കാർഡ് റിന്യൂ ചെയ്യണം. റിന്യൂ ചെയ്യേണ്ട പ്രോസസ്സ് എന്ന് പറയുന്നത് 40 hours, അതായത് 40 മണിക്കൂർ നിങ്ങൾ CPD എന്ന് പറയും. CPD എന്ന് വെച്ചാൽ കണ്ടിന്യൂസ് പ്രൊഫഷണൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം. അതായത് നമ്മുടെ ഈ വെബിനാർസ്, സെമിനാർസ് അങ്ങനെയല്ലേ, അത് CPDs നമ്മൾ അറ്റൻഡ് ചെയ്യണം. 40 മണിക്കൂറിന്റെ CPD നമ്മൾ അറ്റൻഡ് ചെയ്യണം. അത് ഇവിടെ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ അറ്റൻഡ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇവിടെ തന്നെ ഒരുപാട് UAEയുടെ പല വെബിനാർസും സെമിനാർസും നമുക്ക് അറ്റൻഡ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടും. അപ്പോൾ 40 hoursന്റെ സർട്ടിഫിക്കറ്റ്സ് നമ്മൾ സബ്മിറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് സബ്മിറ്റ് ചെയ്തതിൻ്റെ കൂടെ 450 dirhams കൂടി നമ്മൾ ഫീസ് അടയ്ക്കണം. അപ്പോൾ ഓരോ വർഷവും നമ്മളിങ്ങനെ 40 hoursന്റെ സർട്ടിഫിക്കറ്റ്സും അപ്ഡേറ്റ് ചെയ്യണം. പ്ലസ് 450 നമ്മൾ ഫീസ് അടയ്ക്കും വേണം. അപ്പോൾ ഇതാണ് അതിൻ്റെ എക്സാമിൻ്റെ ലൈസൻസ് റിന്യൂവൽ പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ലൈസൻസ് എക്സാമിൻ്റെ സ്റ്റെപ്സ് ആൻഡ് പ്രൊസീജിയേഴ്സ് എന്ന് പറയുന്നത്. എക്സാമിനെ പറ്റി കൂടുതൽ എങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും എന്നുള്ളത് ഞാൻ വേറെ വീഡിയോയിൽ ഇടാം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻസിൽ ചോദിക്കാവുന്നതാണ്. ഞാൻ ഡൗട്ട്സിനനുസരിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ റിക്വസ്റ്റിനനുസരിച്ച് എനിക്ക് വേറെ വീഡിയോ ചെയ്യാം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.